ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അമൃതം പൊടിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ അംഗനവാടികളിൽ നിന്നൊക്കെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോഴും ഇത് മേടിക്കാത്ത പലരും ഉണ്ട്. അപ്പോൾ ഇത് മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. കിട്ടണമെങ്കിൽ നിങ്ങളുടെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറുക്കോ കാര്യങ്ങളൊന്നും ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലെ അപ്പവും മറ്റുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കും കേട്ടോ. അപ്പോൾ അതായത് 2 കപ്പ് അമൃതം പൊടിയിലിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 2 കപ്പ് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോഴും നല്ല 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 പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാറ്റർ കിട്ടും. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ലാണ്. അപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ നമ്മൾ മിക്സാക്കി എടുക്കും. മിക്സിയിലിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരും പോലെ വരുമല്ലോ, അങ്ങനെ ഇരിക്കും. അപ്പോൾ അതായത് ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഒരു നോൺ സ്റ്റിക്ക് പാനിലായിട്ട് ഇതുപോലെ ചൊരിഞ്ഞ് കൊടുത്ത് പെട്ടെന്ന് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കില്ലേ അതുപോലെ തന്നെ ചുട്ടെടുത്തേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ. ആ ഒരു ബാറ്ററിലായിട്ട് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ചൂടാൻ നേരത്ത് എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻ.